നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സെറോദയുടെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് അനായാസമായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് സെറോദയിൽ ഓപ്പൺ ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും അനായാസമായിട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ സെറോദയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെറോദ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് ബ്രോക്കറാണ്. കാരണം അവരുടെ കയ്യിൽ 60 ലക്ഷത്തിലധികം ആക്റ്റീവ് ക്ലയൻസിൽ ഇപ്പം നിലവിലുണ്ട്. അപ്പം ഇവരുടെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ക്ലയൻസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചെറിയ ഡെലിവറി ബ്രോക്കറേജും അതുപോലെ തന്നെ കമ്മീഷനൊക്കെ ഇവരുടെ വളരെ കുറവാണ് ബാക്കിയുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സെറോദ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. നമ്മളിവിടെ ഇക്വിറ്റിയിൽ, അതായത് സ്റ്റോക്കുകളിൽ നമ്മൾ സ്റ്റോക്ക് ബൈ ചെയ്ത് നമ്മൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുമ്പം അവിടെ ഉണ്ടാകുന്ന ബ്രോക്കറേജ് എന്ന് പറയുന്നത്, ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് 0% ആണ്. അതുപോലെ തന്നെ ഇൻട്രാഡേയിൽ നമ്മൾ സ്റ്റോക്സ് ബൈ ചെയ്യുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒന്നുകിൽ 0.01% അല്ലെങ്കിൽ മാക്സിമം 20 രൂപ വരെയാണ് പെർ ട്രേഡിന് ഇവർ ബ്രോക്കറേജായിട്ട് ഈടാക്കുന്നത്. അതുപോലെ തന്നെ 0 കമ്മീഷനാണ് ഇവർ ഈടാക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് സെറോദയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ക്ലയൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഞാനും പേഴ്സണലി സെറോദ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെറോദയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സെറോദ നല്ല ചാർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ല കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റെപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്കൊരു സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ലഭിക്കും. അപ്പോൾ ഈ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുക. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള സെറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെറോദയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ OTP വന്നിട്ടുണ്ട്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഉള്ള സ്റ്റെപ്സാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും സ്വന്തമായിട്ട്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേര് ഇവിടെ ഈ ബോക്സിൽ, അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID, ഈ 2 കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. ഇനി നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. ഇനി നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡിലുള്ള നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡിൽ എന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് ഈ കലണ്ടറിൽ നിന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വ്യക്തമായിട്ട് ഈ 2 കാര്യങ്ങളും എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിനുള്ള ചാർജ് എന്ന് പറയുന്നത് ഇപ്പോൾ 200 രൂപയാണ്. ഇത് ഏറ്റവും കുറഞ്ഞ ചാർജാണ് ഇവർ ഈടാക്കുന്നത്. ചില സമയത്ത് ഇതിലും കൂടുതലായിരിക്കും ഇവർ ഈടാക്കുന്നത്. അപ്പം ഇവിടെ ഇക്വിറ്റി, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കറൻസി, കമ്മോഡിറ്റി എല്ലാ സെഗ്മെൻറ്റും നമുക്ക് ആക്ടിവേറ്റ് ആക്കുന്നതിന് വെറും 200 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 200 രൂപ പേ ചെയ്യാൻ നമുക്ക് ഒന്നുകിൽ UPI എന്ന മെത്തേഡ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ATM കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാലറ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ UPI ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഫോൺ പേ ഉപയോഗിച്ചാണ് ഇവിടെ ഈ 200 രൂപ പേ ചെയ്യാൻ പോകുന്നത്. അപ്പം UPI ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ നിങ്ങളുടെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റർ ചെയ്തതിന് ശേഷം പേ ആൻഡ് കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേയുടെ അക്കൗണ്ടിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. അപ്പം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പം ഇവിടെ നമുക്ക് മെസ്സേജ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും, ഫോൺ പേയുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് 200 രൂപ പേയ്മെൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ എന്ത് വഴിയാണെങ്കിലും വളരെ അനായാസമായിട്ട് അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് 200 രൂപ നിങ്ങൾക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 2ലേക്ക് കടന്നിരുന്നു. അപ്പോൾ നമ്മൾ ഈ പേയ്മെൻറ്റ് ചെയ്തതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ 7 സ്റ്റെപ്സാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്സിൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് ഡിജിലോക്കർ അക്കൗണ്ടിലേക്ക് നമ്മളൊന്ന് ലോഗിൻ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് സെറോദയിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി കണ്ടിന്യൂ ടു ഡിജിലോക്കർ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ ആധാർ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തതായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് OTP വരുന്നില്ല എങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ആധാർ കാർഡുമായിട്ട് ആദ്യം ലിങ്ക് ചെയ്യുക, അതിനുശേഷം അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിലൊക്കെ പോയി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ OTP വന്നിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ഇവർ ഈ ഡേറ്റാസ് ഇവരുടെ സെറോദയായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഡിജി ലോക്കറിൽ നിന്ന് ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് അവർ സക്സസ്ഫുള്ളായിട്ട് ഷെയർ ആയിട്ടുണ്ട്, സെറോദയിലിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റെപ്പ് 3 ആണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 3യിൽ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫാദറിൻ്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം ജോൺ മാത്യു എന്നാണെങ്കിൽ ഇവിടെ ജോൺ എന്ന് അടിച്ചു കൊടുക്കുക. ഈ ഒരു ബോക്സിൽ മാത്യു എന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ മദറിൻ്റെ ഫസ്റ്റ് നെയിം, മദറിൻ്റെ ലാസ്റ്റ് നെയിം. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സാണ്. ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം അടിച്ചു കൊടുക്കുക, അതായത് ആനുവൽ ഇൻകം ഏകദേശം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫണ്ട്, സെക്യൂരിറ്റി, സെറ്റിൽമെൻറ്റ് പ്രിഫറൻസ്, അതുപോലെ തന്നെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ ബിലോ 1 ഇയർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഓപ്ഷൻസ് തെളിഞ്ഞു വരുന്നതായിരിക്കും. ഈ ബോക്സ് സെലക്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ ജോലി സെലക്ട് ചെയ്യാം. പ്രൈവറ്റ്, പബ്ലിക്, ഗവൺമെൻറ് ഏതാണെങ്കിലും സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ഓർ നോട്ട്, യെസ് ഓർ നോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ പൊളിറ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ യെസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഇതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ IFSC കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം MICR കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് അല്ല, നിങ്ങളുടെ പാസ്ബുക്കിൽ ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് രണ്ടും അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താഴത്തെ ഈ ബോക്സിലും ഒന്നും കൂടെ അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കും നിങ്ങൾ സെറോദയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സെറോദയിൽ നിന്നുണ്ടാകുന്നത് എമൗണ്ട് അവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും. അപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു ചെക്ക് ബോക്സ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കി ഈ ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇനിയൊരു വെബ് ക്യാം വെരിഫിക്കേഷൻ ഇവർ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലൊരു വൈറ്റ് പേപ്പറിൽ, ഇപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ മൊബൈലിൽ ഏത് നമ്പറാണോ തെളിഞ്ഞു വരുന്നത്, 4 അക്കത്തിലുള്ള ഒരു നമ്പർ നിങ്ങളുടെ മൊബൈലിൽ തെളിഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ നല്ലൊരു വൃത്തിയായിട്ട് ഒരു വൈറ്റ് പേപ്പറിൽ കുറച്ച് നല്ല കട്ടിയായിട്ട് ഒന്ന് എഴുതുക. നിങ്ങളുടെ സാധാ ഒരു നീലമഷിയോ അല്ലെങ്കിൽ കറുത്ത മഷിയാണെങ്കിലും ഏതൊരു പെന്ന് ഉപയോഗിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും ആ നമ്പർ ഒരു ഇച്ചിരി കടുപ്പത്തിൽ എഴുതിയതിന് ശേഷം ഇപ്പം ഈ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെയുള്ള രീതിയിൽ നിങ്ങളൊന്ന് ആ ഒരു പേപ്പർ ഒന്ന് പിടിച്ചുകൊണ്ട്, ആ പേപ്പർ ഇതുപോലെ തന്നെ പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ വ്യക്തമായിട്ട് എടുക്കുക. മാക്സിമം തൊപ്പിയും കാര്യങ്ങളും അല്ലെങ്കിൽ അതുപോലെ തന്നെ മുഖത്തേട്ട് കുറച്ച് വെട്ടമൊക്കെ വരുന്ന രീതിയിൽ തന്നെ ഫോട്ടോ എടുത്ത് ഇവിടെ ഈ ഒരു താഴത്തെ ഒരു ബോക്സിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം അപ്ലോഡ് ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അപ്പോൾ നിങ്ങളൊരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ സൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ പാൻ കാർഡിൻ്റെ കോപ്പി, അപ്പോൾ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ കൃത്യമായിട്ട് പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് മാത്രം ഫോട്ടോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്ലോഡ് എന്നെടുത്ത് അതുപോലെ തന്നെ ഈ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളിടത്ത് നമുക്ക് ഒന്നുകിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ്, അല്ലെങ്കിൽ ITR, ഫോം 16 എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് നെറ്റ് ബാങ്കിംഗ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ ഈ ഫോട്ടോസ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ അകത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ലോഡ് ആയതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നിരിക്കുന്നു. ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം തയ്യാറാക്കി. ഇനി നമ്മളൊന്ന് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു സെറോദയുടെയൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഓഫീസിലൊക്കെ പോയി ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇപ്പം വേണ്ട, നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്താൽ മതി. അപ്പം ഇവിടെ സൈൻ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു സൈൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കണ്ടോ, നമ്മൾ ആ ഫില്ല് ചെയ്ത ഫോംസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം നമുക്ക് വേണമെങ്കിൽ.
അപ്പം ഇനി ഈ ബോക്സ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അതിനുശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇവിടെ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. നമുക്കിവിടെ കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ. അപ്പം ഇനി അവരുടെ ടീം സെറോദയുടെ ടീം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് ഇങ്ങനെ ഒരു യൂസർ ID എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു മെയിൽ വരുന്നതായിരിക്കും. ഇതുപോലത്തെ ഒരു മെയിൽ. ഈ ഒരു മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു മെയിലിൽ നിങ്ങൾക്ക് ലോഗിൻ നൗ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ആ ഒരു ലോഗിൻ നൗ എന്ന ഈ മെയിൽ വന്നതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കൊരു പുതിയൊരു പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേ പാസ്വേഡ് തന്നെ ഈ താഴെയും അടിച്ചു കൊടുക്കുക. ഇവിടെ പാസ്വേഡായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ John@123 അപ്പം അങ്ങനെയുള്ള ലെറ്റേഴ്സും ഡിജിറ്റ്സും സ്പെഷ്യൽ ക്യാരക്ടറും എല്ലാം കൂടെ ഒരു കോമ്പിനേഷനുള്ള പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അതേ പാസ്വേഡ് തന്നെ താഴെ അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു 6 അക്കമുള്ള ഒരു സംഖ്യ ഡിജിറ്റ് ഒരു പിൻ നമ്പർ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാം. ആ മേളിൽ അടിച്ച പിൻ നമ്പർ തന്നെ ഈ താഴെ അടിച്ചു കൊടുക്കാം. ഈ ഒരു പിൻ നമ്പർ വെച്ചായിരിക്കും നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാൻ. ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കൈറ്റ് ബൈ സെറോദ എന്ന് സെർച്ച് ചെയ്ത് സെറോദയുടെ കൈറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ലോഗിൻ ടു കൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഇമെയിൽ IDയിൽ വന്ന യൂസർ ID അതിവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അതിനുശേഷം ഇവിടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. രണ്ടാമത് 6 അക്കമുള്ള ഒരു പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുക. ആ പിൻ നമ്പറും കൂടെ അടിച്ചു കൊടുക്കുക. അപ്പം സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ സ്റ്റോക്സൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്സൊക്കെ നമുക്ക് ബൈ ചെയ്യാനും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും. ആ ഒരു ലിങ്ക് വെച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏകദേശം 200 രൂപയാണ് ഇതിന് വരുന്ന ചാർജ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു സ്റ്റോക്ക് ബ്രോക്കർ തന്നെയാണ് സെറോദ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ബാക്കിയുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.